ബ്രോക്കർ പറഞ്ഞ വീട്. ആരാ അവിടെ? ഇവിടെ ഉണ്ടായിരുന്ന കുട്ടി ഇവിടെ പോയി? ഇത്രയും ചെറിയ പൈസക്ക് ഇത്രയും വലിയ വീടാ? വീടൊക്കെ കൊള്ളാം. അതാരാ? ആരില്ല. കിളിയേ കിളിയേ മണി മണി ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നേ? ഞാൻ ചന്ദ്ര. ഞാൻ സെമീന്ദ്ര. ഇയാളുടെ പേരെന്താ? എന്റെ പേര് പൂജ. നിങ്ങള് ബ്രോക്കർ പറഞ്ഞു വന്നതാ? ബ്രോക്കർ പറഞ്ഞിട്ട് വന്നതാ. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ. ഹായ്, ഐ ആം ശരത് ജോണി ഫ്രം ലണ്ടൻ. അയിന് എന്തായാലും ഇവിടെ എത്തിയില്ലേ, ഇനി പോരെ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മുമ്പിക്ക് ഈ വീട് മൊത്തം ഒന്ന് കാണണം. ഹലോ ഗായ്സ്. ആരാ? ഒരു കാര്യം പറയാനുണ്ട്. അതൊന്ന് കൊണ്ടുപോയി. ഓ, ഞാനിത് എങ്ങനെയാണ് ഇവരോട് പറയോ? പൂജ, നിനക്ക് അറിയോ, നമുക്ക് 5 ആൾക്കും ഈ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. വെറുതെ പറയാൻ ഞങ്ങൾക്കറിയാം. ഓരോന്ന് വെറുതെ പറയണെങ്കിൽ എനിക്കറിയാം. സാന്ദ്ര, ഞാൻ പറയുന്നത് സത്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഈ വീട്ടിൽ മരിക്കണോളം നിൽക്കേണ്ടി വരുമോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ രക്ഷപ്പെടാനുള്ള ക്ലൂ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവാൻ സാധ്യത. നമുക്ക് ഈ വീടും തട്ടിക്കാം. എന്നാ വാ പപ്പ. ഞാൻ ഈ കുട്ടീനെ എവിടെയോ കണ്ടിക്കണേ. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ ഈ കുട്ടീനെ ഞാൻ കണ്ടിരുന്നു. ഇതിന്റെ തോന്നലാന്നാ ഞാൻ വിചാരിച്ചത്. എന്താ? ആര്യ ജോസഫ്. ജനനം 28/2/2020. മരണം 28/2/2022. ഇല്ല, അതാണല്ലോ പറഞ്ഞിരുന്നത്. ഇന്നാണ് ഞാൻ ആളെ കണ്ടതാണ്. ആളെ ഞാൻ പിടിച്ചതാണ്. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ആറിനെ പിടിച്ചത്. ഞാനും നോക്കിയിട്ടില്ല. ഞാനും നോക്കിയിട്ടില്ല. ഒന്ന് പോയി നോക്കാം. ഓക്കെ. ഇതാണ് ഡയറി. എനിക്ക് അവിടുത്തെ ഒരു ഡയറി കിട്ടിയിരുന്നു. നമ്മളൊന്ന് വായിച്ചു നോക്കാം. പതിവ് പോലെ അയാൾ കള്ളും കുടിച്ച് വന്ന് എന്നെ ഉപദ്രവിച്ചു. എന്നെ വലിച്ചിട്ട് എൻ്റെ മകളെയും കരയാൻ തുടങ്ങി. അയാൾ അടുക്കളയിൽ നിന്നും കത്തിയെടുത്ത് എൻ്റെ മകളെ. പാവം എൻ്റെ മോൾ വേദന കൊണ്ട് കരഞ്ഞു.
അവളുടെ എല്ലാ ആഗ്രഹവും ഇവിടെ വെച്ച് അവൾ ഭൂമിയിൽ നിന്നും പോയി. അവളുടെ സാന്നിധ്യം ഇപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് എൽ. എന്ത് ഒന്നും കൂടി തപ്പി നോക്ക്, എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. അമ്മ ലക്ഷ്മി, ഞാൻ ആര്യ, അച്ഛൻ ജോസഫ്. അമ്മ എഴുതിയ ഡയറിയാണിത്. നീ നാണല്ലോ അമ്മേന്റെ പേര്. ഡയറി വായിച്ചു നോക്കാം, എന്തെങ്കിലും കുഴു കിട്ടിയാലോ. ഡേറ്റ് ഉണ്ട് 2022. ഇതെവിടോ കേട്ട പോലെ. ഇതാ ആര്യ ജോസഫ് മരിച്ച ഡേറ്റ് അല്ലേ? ജനിച്ചതും അതന്നെ. ഇതിന്റെ മാറ്റമുള്ളൂ. നമുക്ക് എന്തായാലും ഒന്നും കൂടി വായിച്ചു നോക്കാം. അവളുടെ സാന്നിധ്യം ഇപ്പോഴും എൻ്റെ ഒപ്പമുണ്ട്.